തൃശൂർ മാന്താമംഗലം പള്ളി തർക്കത്തിന് താൽക്കാലിക പരിഹാരമാകുന്നു. ഭരണകൂടത്തിന് ഉപാധികൾ അംഗീകരിക്കുമെന്ന് യാക്കോബായ വിഭാഗം അറിയിച്ചു. പള്ളിയുടെ ഭരണ ചുമതലയിൽ നിന്ന് ഒഴിയുമെന്നും യാക്കോബായ വിഭാഗം വ്യക്തമാക്കി. വിവരങ്ങൾ നൽകാൻ ജയേഷ് രാഘവൻ തൃശൂരിൽ നിന്നും ചേരുന്നുണ്ട്. ജയേഷ്, തർക്കം സംഘർഷത്തിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു മാന്താമംഗലം പള്ളിയിൽ. ഇപ്പോൾ അതിന് താൽക്കാലിക പരിഹാരമാകുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. എന്ത് ഉപാധികളാണ് ഇരു കൂട്ടരും അംഗീകരിച്ചിരിക്കുന്നത്? ഉപാധികളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം ഇന്നലെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ, ഓർത്തഡോക്സ് സഭ അവർക്കെതിരായ ഒരു കേസിൽ വിധി വരുന്നത് വരെ ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ ആ പള്ളിയിൽ പ്രവേശിക്കരുത്. അത് ഇന്നലെ തന്നെ ഓർത്തഡോക്സ് സഭ അംഗീകരിച്ചു. യാക്കോബായ സഭയ്ക്ക് അവരുടെ മേലുള്ള ഉപാധികളിൽ തീരുമാനം അറിയിക്കാൻ ഇന്ന് ഉച്ചവരെയാണ്, 2 മണിവരെയാണ് സമയം അനുവദിച്ചിരുന്നത്. ഇന്ന് അവർ തീരുമാനം അറിയിച്ചിരിക്കുന്നു. യാക്കോബായ സഭ ഈ മാന്താമംഗലം സെന്റ് മേരീസ് പള്ളിയുടെ ഭരണ ചുമതലയിൽ നിന്ന് ഒഴിയും. ആരാധനയ്ക്കായി പ്രാർത്ഥന നടത്താൻ അവിടെ ഇനി പോവില്ല എന്നുള്ള കാര്യം അവർ അംഗീകരിച്ചു. ഈ 2 പ്രധാന ഉപാധികളായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം നാളെ ഞായറാഴ്ച പള്ളിയിൽ പ്രാർത്ഥന നടത്താനുള്ള അവസരം നൽകണമെന്ന ഒരു ആവശ്യം യാക്കോബായ വിഭാഗം ജില്ലാ കളക്ടർ മുമ്പാകെ വെച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്നുള്ളത് സംബന്ധിച്ച് ചില കൂടിയാലോചനകൾ ജില്ലാ കളക്ടറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. യാക്കോബായ പ്രതിനിധികളുമായി ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച ചർച്ച നടത്തുകയാണ്. നാളെ യാക്കോബായ വിഭാഗത്തിന് പ്രവേശനം അനുവദിച്ചാൽ വൈകാരികമായ എന്തെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് മേധാവിയുമായൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രമേ തീരുമാനം എടുക്കാവൂ എന്നുള്ള നിലപാടാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും തീരുമാനം വൈകാനാണ് സാധ്യത. ജയേഷ്, ഇപ്പോൾ നേരത്തെ തന്നെ സ്ഥലത്ത് സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് വിഭാഗത്തിലെയും യാക്കോബായ് വിഭാഗത്തിലെയും അംഗങ്ങൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ്? പ്രതിഷേധം എല്ലാം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലാണോ ഇരു കൂട്ടരും തയ്യാറായിരിക്കുന്നത്? പ്രതിഷേധം ഏകദേശം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ തീർന്നിരുന്നു. ഓർത്തഡോക്സ് സഭാ വിശ്വാസികളെ 2 ദിവസം മുമ്പ് തന്നെ രാത്രി പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പള്ളിയിൽ തമ്പടിച്ചിരുന്ന യാക്കോബായ വിശ്വാസികൾ 300ഓളം പേരുണ്ടായിരുന്നു. സ്ത്രീകളായിരുന്നു കൂടുതൽ. ഇവരെ ഇന്നലെ കലക്ടറേറ്റിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ യാക്കോബായ സഭാ നേതൃത്വം തന്നെ പള്ളിയിൽ നിന്ന് ഇറക്കി അവരുടെ വീടുകളിലേക്ക് പറഞ്ഞയച്ചു. ഇന്നലെ വൈകിട്ടോടുകൂടി പള്ളി പൂട്ടി താക്കോൽ യാക്കോബായ വിഭാഗം കൈവശം വെക്കുകയായിരുന്നു. 2 വിഭാഗത്തിനും യാക്കോബായ വിഭാഗത്തിന് അനുകൂലമായും പ്രതികൂലമായും കേസുണ്ട്. അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് വിഭാഗത്തിനും ഈ പള്ളിയുടെ അവകാശ തർക്കം സംബന്ധിച്ച് അനുകൂലമായും പ്രതികൂലമായ ഒരു അപ്പീലുമുണ്ട്. ഈ വിഷയങ്ങളിൽ തീരുമാനമാവുന്നതുവരെ ഇരു വിഭാഗങ്ങൾക്കും പള്ളിയിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല. ഫലത്തിൽ പള്ളി പൂട്ടുന്നു എന്നുള്ളത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നാളെ പ്രാർത്ഥന നടത്താൻ, നാളെ ഞായറാഴ്ചയാണ്, പ്രാർത്ഥന നടത്താനുള്ള അവസാനത്തെ ഒരു ആവശ്യം മാത്രമാണ് യാക്കോബായ സഭ നേതൃത്വം ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് മുമ്പാകെ വെച്ചിട്ടുള്ളത്. ആ അപേക്ഷയിൽ എന്ത് തീരുമാനം ജില്ലാ കളക്ടർ എടുക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ കൂടിയാലോചനകൾ ആവശ്യമായി വരും. പ്രത്യേകിച്ച് നാളെ വിശ്വാസികൾ പള്ളിയിൽ പ്രവേശിക്കുകയും അവരുടെ അവസാന പ്രാർത്ഥന എന്നുള്ള ഈ പള്ളിയിലെ വർഷങ്ങളായി അവർ പ്രാർത്ഥിക്കുന്ന പള്ളിയിലെ അവസാന പ്രാർത്ഥന എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും വൈകാരികതരമായ പ്രകടനങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടായാൽ, അത് നിയന്ത്രണാതീതമായാൽ അത് കൂടുതൽ കാര്യങ്ങൾ കുഴപ്പത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ വളരെ ആലോചിച്ച്, പോലീസുമായി ആലോചിച്ച്, അല്ലെങ്കിൽ മറ്റ് ജില്ലാ പ്ലീഡർ, ഗവൺമെന്റ് നിയമ സംവിധാനമൊക്കെ ആലോചിച്ച് മാത്രമേ ജില്ലാ കളക്ടർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നാണ് നമുക്ക് ഉച്ചയ്ക്ക് നമ്മൾ ജില്ലാ കളക്ടറെ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ഈ കളക്ടറുടെ ചേംബറിൽ ജില്ലാ കളക്ടർ ഈ പ്രതിനിധികളുമായി, യാക്കോബായ സഭാ പ്രതിനിധികളുമായി ഇത് ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യാക്കോബായ സഭയുടെ ആവശ്യം അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് വേണം നമുക്ക് ഈ അവസരത്തിൽ പറയാൻ. സമയം ചർച്ച കഴിഞ്ഞ് നമുക്ക് കളക്ടറുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കും. ശ്രീ ജയേഷ്, തൃശൂർ മാന്താമംഗലം പള്ളി തർക്കത്തിന് താൽക്കാലിക പരിഹാരമാകുന്നു എന്ന വാർത്തകളാണ് വരുന്നത്. ഭരണകൂടത്തിന്റെ ഉപാധികൾ അംഗീകരിക്കുമെന്ന് യാക്കോബായ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പള്ളിയുടെ ഭരണ ചുമതലയിൽ നിന്ന് ഒഴിയുമെന്നും യാക്കോബായ വിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട്. ജയേഷ് രാഘവനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.